ചില സിനിമകളുണ്ട്, അത് കണ്ടിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നൂ. ബാക്കി മെജോറിറ്റി ആൾക്കാർക്കും ആ സിനിമയോട് പരമ പുച്ഛമായിരിക്കും. ഈ സിനിമയെ കുറിച്ച് ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതിൽ 90% ആൾക്കാർക്കും ഈ സിനിമ മനസ്സിലായിട്ടുമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്റെ പല എക്സ്പീരിയൻസുമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് 2018 റിലീസായ കാർബൺ. ഈ പടം വരുന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഒന്ന് ഫഹദ് ഫാസിൽ ഒന്നും നല്ല ചെയ്യുന്ന പടങ്ങളെല്ലാം സ്കോർ ചെയ്ത് വരുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ വേണു ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. എഴുതിയതും വേണു തന്നെയാണ്. മലയാളത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം. വളരെ റയർ ആയിട്ട് അദ്ദേഹം സിനിമകൾ ഡയറക്ട് ചെയ്യാറുണ്ട്. അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി അഭിനയിച്ച മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമ, അതിനേക്കാളും മുമ്പ് ഈ മഞ്ജു വാര്യർ ലീഡ് റോളിൽ അഭിനയിച്ച ദയ, അങ്ങനെ ഒരു സിനിമയുണ്ട്. MT വാസുദേവൻ നായരായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ വളരെ റയർ ആയിട്ട് ഈ ചങ്ങായി പടം ഡയറക്ട് ചെയ്യാറുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പടമായിരിക്കും. ഒരു ഭീകര ടെക്നീഷ്യനാണ് അയാൾ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാമറമാൻ ആണ് വേണു. അപ്പൊ ഇയാൾ എഴുതി ഡയറക്ട് ചെയ്യുന്നു. പിന്നെ വിശാൽ ഭരദ്വാജ് ആണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫർ KU മോഹൻ എന്ന് പറയുന്ന ബോളിവുഡിലെ തന്നെ മലയാളി ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പൊ എന്തൊരു വലിയൊരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പടത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ പടം റിലീസ് ആവുന്നത്. ഈ സിനിമ ഞാൻ കണ്ടിട്ട് എനിക്ക് ആദ്യം കാണുമ്പോൾ തന്നെ ഭയങ്കര റിലേറ്റബിൾ ആയി തോന്നി. പക്ഷെ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. പക്ഷെ ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടായ, അന്നല്ല കുറച്ച് നാൾ മുമ്പ് വായിച്ചിട്ടുണ്ടായ ഒരു നോവലുണ്ട്, ആൽക്കെമിസ്റ്റ്. ചിലപ്പോൾ നിങ്ങളും വായിച്ചിട്ടുണ്ടാവും. ആ പുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് എനിക്ക് ഈ ഒരു സിനിമ തോന്നി. അത് ഈ സിനിമ മാത്രമല്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഉസ്താദ് ഹോട്ടൽ സിനിമ കാണുന്ന സമയത്തും 2012 ഉസ്താദ് ഹോട്ടൽ കാണുന്ന സമയത്തും ഇല്ലേ, എനിക്ക് ഇതേ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയോളജിയും ഈ രണ്ട് സിനിമകളും തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധമുണ്ടെന്ന് ഞാൻ ഇന്ന് വെറുതെ ഇരിക്കും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്റെ മൈൻഡിൽ വരുന്ന ഇതാണ്, ആൽക്കെമിസ്റ്റിലെ ആ പൗലോ കോലോ പറഞ്ഞ കാര്യമാണ് ഈ സിനിമയിൽ കൂടി ഒരു കൺവേ ചെയ്യുന്നത്. മേ ബി എന്റെ ഒരു തോന്നലായിരിക്കാം, പക്ഷെ എനിക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, ഈ പടം പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാതെ പോയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നതില്ലേ ഭയങ്കര റിയൽ ആണ്. അതായത് റിയാലിറ്റിയുമായിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫും, സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് റിയാലിറ്റിയും ഫാന്റസിയും മിക്സ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ട് ഇത് ഡൈജസ്റ്റ് ആയിട്ടില്ല. മേ ബി ഒരു റിയാലിറ്റിയിൽ കൂടി തന്നെയാണ് സെക്കൻഡ് ഹാഫും പോകുന്നതെങ്കിൽ ആൾക്കാർ ഒരു ഫഹദിന്റെ പെർഫോമൻസ് കൊണ്ട് ഓക്കെ ആയ ഒരു പടം അങ്ങനെയെങ്കിലും പറയുമായിരുന്നു. പക്ഷെ ഈ ഫാന്റസിന്റെ ഇടയിൽ കയറി വന്നതുകൊണ്ടില്ലേ പല ആൾക്കാർക്കും അതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെതായ മീനിങ്ങിൽ ഇത് മനസ്സിലാക്കി എടുക്കാനോ കഴിഞ്ഞിട്ടില്ല. ഞാൻ സിനിമയിലേക്ക് വരുന്ന ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, എന്തുകൊണ്ട് ഈ പടം എനിക്ക് കണക്ട് ചെയ്യാന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോ സംസാരിക്കുന്ന ഈ ചാനലില്ലേ, യൂട്യൂബ് ചാനലില്, ഈ ചാനൽ ഞാൻ 2017 സ്റ്റാർട്ട് ചെയ്തത്. 2017 ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്ത ചാനലാണിത്. അടുത്ത വർഷം ഒക്ടോബർ 2 സമയത്ത് ഈ ചാനൽ തുടങ്ങിയിട്ട് 10 വർഷവും. അപ്പൊ ഈ ചാനലിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എന്റെ ഒരു തോട്ടും എന്റെ ഒരു വ്യൂ പോയിന്റ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ചാനലാണ്. ചാനൽ ഭയങ്കര സംഭവം എന്നുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ ഇതല്ല എത്ര വലിയൊരു വൈറലായിട്ടുള്ള എനിക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ചാനലായി മാറിയിട്ടില്ല എങ്കിലും എനിക്ക് ഇപ്പോഴും ഈ ചാനലിൽ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇത് എവിടെയെങ്കിലും പോയി എത്തും. ഏതെങ്കിലും കാലത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്റെ അവതരണത്തിലോ അല്ലെങ്കിൽ എന്റെ വ്യൂ പോയിന്റിലോ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനവും മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു ഇതിലാണ് വീണ്ടും വീണ്ടും എന്നെ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സോ ഈ പടത്തിലെ സിബി, അത് ഈ ഫഹദ് ഫാസിലിന്റെ മെയിൻ റോള് എടുത്തു കഴിഞ്ഞാലും ഇല്ലേ, അയാളും ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. എവിടെയെങ്കിലും അയാൾക്ക് ഒരു ലോട്ടറി അടിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഫഹദിന്റെ ഇൻട്രോ സീൻ ഉണ്ട്. അതായത് ഫഹദിന്റെ ഇൻട്രോ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. അതായത് ഇയാളൊരു ഓട്ടോറിക്ഷയിലോ ഒന്ന് ഇറങ്ങൂല, റിക്ഷയിൽ തന്നെ ഇരിക്കും. അത് ഡ്രൈവർക്ക് ചെക്കനോട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഞാനിപ്പോ ഇവിടെ ഇറങ്ങും, അത് കറക്റ്റ് 1 മണിക്കൂർ, അതായത് 5:25 തൊട്ടാണ് ഇയാൾ ടൈം പറയുന്നത്. ഇപ്പൊ 5:25 6:25 ആകുമ്പോഴത്തേക്ക് നീ എന്നെ ആദ്യം ഈ നമ്പറിൽ വിളിക്കണം. ഞാൻ കോൾ എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരാം, നീ അതിലേക്ക് വിളിക്കണം. എന്നിട്ട് ഇവൻ പറയും അല്ലെങ്കിൽ വേണ്ട, ഒരു 5 മിനിറ്റ് വിളിക്കട്ടെ, നീ ഒരു വിളി കൂടി വിളിക്കുക, എന്നിട്ടായിട്ട് ഇവിടെ വന്നാൽ മതി എന്ന് പറയും. അപ്പൊ ഈ ഡ്രൈവർക്ക് കൺഫ്യൂഷൻ ആവും. എന്നിട്ട് എടാ മൊത്തം 3 വിളി, ആദ്യം 6:25 വിളി, പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊരു വിളി, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് വിളിക്കണമെന്ന്. സോ ഈ പടത്തിന്റെ ടീസറിലും ഇല്ല ഈ ഒരു സാധനം ഉണ്ടായിരുന്നു.
ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇയാൾ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. ഇയാൾ എന്തിനും ഇവിടെ ഇറങ്ങണം, ഇയാൾ എന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, അത് ഡ്രൈവറോട് പറയുന്നുണ്ട് ഇതിനിടയിൽ നീ കോളൊന്നും വിളിക്കരുതെന്ന്. അപ്പൊ ആദ്യം തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ മിസ്റ്ററി ഉള്ള, ഇയാൾ ഇനി വല്ല ഏജന്റോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഈ ഹോട്ടലിലേക്ക് ഇറങ്ങിയിട്ട് നെടുമുടി വേണുവിന്റെ ഒരു ക്യാരക്ടറിനെല്ലാം പരിചയപ്പെടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായത് മറ്റേ വെള്ളിമൂങ്ങ, മറ്റേ ഇരുതല മൂരി, ഇങ്ങനെ കുറച്ച് ടീം ഉണ്ടല്ലോ. അതായത് നമുക്ക് ആദ്യം കേൾക്കുന്ന സമയത്ത് ഭയങ്കര ബുൾഷിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര മണ്ടത്തരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ പിടിച്ച് വെള്ളിമൂങ്ങനെല്ലാം പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ഇതെല്ലാം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ സമ്പത്തെല്ലാം കുമിഞ്ഞുകൂടുന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള മണ്ടന്മാരെ പറ്റിക്കാനായിട്ട് ചില ആൾക്കാർ പല കാര്യ സാധനങ്ങൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഭയങ്കര ക്രിമിനൽ കേസാണത്. പക്ഷെ അതിന്റെ മാത്രം ബിസിനസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. പച്ച മരതൊക്കെ കല്ല് അങ്ങനെ എന്തോ ഒരു സാധനമാണ് അതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം നെടുമുടി വേണുവിനോട് സംസാരിച്ചിട്ട് ഇയാള് വിജയരാഘവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വിജയരാഘവൻ ചോദിക്കും ഇവിടെ കല്ല് വെക്കുന്ന സമയത്ത് ഇയാള് കീശന്ന് മറ്റേ ഫോൺ എടുത്തിട്ട് ഫോണിൽ ഫോട്ടോ കാണിക്കും. അപ്പൊ വിജയരാഘവൻ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഇത് കണ്ടിട്ട് എങ്ങനെ ഇതിന് വില പറയാൻ വേണ്ടി പറ്റും? ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇയാൾ ഈ കല്ല് എന്ന സാധനം കണ്ടിട്ട് പോലും ഇല്ല. അതായത് വേറെ ഏതോ ഒരുത്തിന്റെ കയ്യിലാണ് ഈ കല്ലുള്ളത്, അയാളുടെ കയ്യിൽ ഇതിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇവരെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് പറഞ്ഞ് അതിന്റെ ഒരു ഭാഗം മറ്റേയാൾക്ക് കൊടുത്തിട്ട് ആ കല്ല് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ല? അപ്പൊ അയാളുടെ ഗോൾ പറയുന്നത് അതായത് അധികം പണിയൊന്നും എടുക്കാതെ കുറച്ച് പൈസ ഉണ്ടാക്കുക, കുറച്ച് വെച്ചാൽ കുറച്ചധികം പൈസ ഉണ്ടാക്കുക, അടിപൊളിയായിട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അയാൾ ചൂസ് ചെയ്യുന്ന റൂട്ട് എന്ന് വെച്ചാലില്ലേ, ആദ്യം ഈ പ്ലാൻ പറയുന്ന സമയത്ത് ആർക്കും അങ്ങോട്ട് അങ്ങനെ വർക്കായി തോന്നില്ല, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് തോന്നുന്ന ടൈപ്പ് പ്ലാനാണ്. പക്ഷെ ഈ സിബിയുടെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അയാൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്ലാനാണ്. ആർക്കും പൊട്ടൂല. ഇതില് ഷറഫുദ്ദീന്റെ കഥാപാത്രത്തിനോട്, ഷറഫുദ്ദീനാണ് ഇയാളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് തന്നെ, സന്തോഷ് എന്ന് പറ്റാൻ തോന്നുക ക്യാരക്ടറിന്റെ പേര്. ഷറഫുദ്ദീൻ തന്നെ മനസ്സിലാകുന്നില്ല ഇവർ ഏതൊഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് ഒരു ബിസിനസ് ഐഡിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പറയുന്ന സമയത്ത് വേറൊരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആർക്കെങ്കിലും ഒന്ന് പിടിയിട്ടുണ്ട്. ഇത് ഒരാൾക്ക് മനസ്സിലാവില്ല, ഇയാളുടെ ഇതെങ്ങനെ വർക്ക്ഔട്ട് ആയി എടുക്കുന്ന പോലും ആർക്കും മനസ്സിലാവില്ല. സോ നമുക്ക് ആദ്യം നിൽക്കുന്ന സമയത്ത് വളരെ സ്ട്രേഞ്ച് ആയി തോന്നുന്ന ഐഡിയാസുകൾ മാത്രമുള്ള ഒരു അധികം ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത, വലിയ തടിയടങ്ങാൻ താല്പര്യമില്ലാത്ത, പക്ഷെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ സിബി എന്ന് പറയുന്നത്. പിന്നെ മറ്റേ ഈ ബംഗ്ലാവിലേക്കെല്ലാം പോയതിനു ശേഷം ഇവര് ട്രക്കിങ്ങിന് പോകാനായിട്ട് പൈസ ചോദിക്കാൻ വേണ്ടി വരുമല്ലോ വിജയരാഘവന്റെ അടുത്ത്. അങ്ങനെ വിജയരാഘവന്റെ പൈസ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്ന നേരത്ത് ഇയാൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഇയാളുടെ അച്ഛൻ, അതായത് സ്ഫടികൻ ജോർജിന്റെ കഥാപാത്രം, ഇങ്ങനെ കയ്യിലൊരു എന്താണ് എക്സ്റേ അല്ല സ്കാനിങ്ങിന്റെ റിപ്പോർട്ടെല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മീറ്റ് എന്നുള്ളത്. ഇങ്ങനെ കാണുന്ന സമയത്ത് ഫഹദ് പെട്ടെന്ന് ഒന്ന് ഷോക്കാവും. എന്നിട്ട് പോയിട്ട് ഫഹദ് ചോദിക്കുന്നത് എന്ത് പറ്റി, റിപ്പോർട്ടിലുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ അച്ഛൻ, അതായത് സ്ഫടികൻ ജോർജ് പറയും നിന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം പറയുന്നത്, ചുമ തീരെ നിൽക്കുന്നില്ല. അപ്പോ ഇവൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇവിടെ വരാൻ നിൽക്കുമ്പോൾ നീതി സ്റ്റോറിൽ മരുന്നിന് വിലക്കുറവാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ പറയും എന്നാ പിന്നെ ഇവന്റെ അനിയത്തിയെ വിട്ടാൽ പോലെയായിരിക്കും, അതായത് ഫഹദിന്റെ അനിയത്തിയെ വിട്ടാൽ പോലെയായിരിക്കും, അല്ലെങ്കിൽ സന്തോഷിനെ വിളിക്കാൻ മരുന്നിലായിരിക്കും. അപ്പൊ മനസ്സിലായില്ല, അയാളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, അതായത് ഇയാളുടെ ഫാമിലിയിൽ ജീവിക്കുന്ന സമയത്ത് അയാൾക്ക് സ്വാഭാവികമായിട്ടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവല്ലോ. പക്ഷെ അതെല്ലാം മറ്റ് പല ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. ഒരിക്കലും ആ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അയാൾ ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പോലും അയാൾ ചെയ്യുന്നില്ല. ഇനി അതുകൂടാതെ വേറൊരു സീൻ ഉണ്ട് കേട്ടോ, നമ്മളെ നിസ്താർ സേട്ടിന്റെ ഒരു ക്യാരക്ടർ ഇല്ലേ, ഇസ്ബു. ഇയാള് ഈ ഫഹദ് പലിശക്ക് എടുത്തിട്ടുള്ള പൈസ പിരിക്കാനായിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. എനിക്ക് ആദ്യം തിയേറ്ററിൽ കാണുന്ന സമയത്തും ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. ഡിസ്ഗസ്റ്റിംഗ് മീൻസ് നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സാധനമല്ല, പക്ഷെ അത് ഭയങ്കര റൂഡായിട്ടും അല്ലെങ്കിൽ എന്താണ് ഒരിക്കലും ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ ബിഹേവ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. അതായത് ഇയാൾ വരുന്നു, അപ്പോ ഇയാളുടെ അമ്മ, ഫഹദിന്റെ അമ്മ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് സിബിയിലേക്ക്, അപ്പൊ സിബിയില്ല എന്ന് പറയും. എന്നിട്ട് ഈ പെണ്ണുങ്ങളുള്ളിൽ പോയിട്ട് നമ്മുടെ ഇയാളെ സ്ഫടികൻ ജോർജിന്, അതായത് അച്ഛന്റെ കഥാപാത്രത്തിനെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇയാള്, അതായത് ഈ നിസ്താർ സേട്ടിന്റെ ക്യാരക്ടർ അവന്റെ മുറ്റത്ത് മൂത്രം ഒഴിക്കുന്ന ഒരു സീനുണ്ട്. മൂത്രം ഒഴിച്ചിട്ട് ഈ പൈപ്പ്
ടാപ്പ് തുറന്നിട്ട് ഇപ്പൊ കൈയെല്ലാം കഴുകിയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇത് കാണുമ്പോ തന്നെ ഈ നമുക്ക് എന്താണോ ആ സമയത്ത് തോന്നുന്ന എക്സ്പ്രഷൻ, അതേ എക്സ്പ്രഷൻ ആണ് സ്ഫടികം ജോർജിന്റെ മുഖത്ത് വരുന്നത്. ഞാനൊന്ന് ആലോചിച്ചു, ഒരു 20 കൊല്ലം ബാക്കിലുള്ള സ്ഫടികം ജോർജ് ആയിരുന്നെങ്കിൽ ഏകദേശം നിസ്താർ സേട്ടനെ എടുത്ത് ചുമരിൽ തേക്കും. അതായത് സ്ഫടികം ജോർജിന്റെ സൈസും അയാൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടറൊക്കെ നോക്കും. അത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിപൊട്ടിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിലൊരു സ്ഫടികം ജോർജ്. ഇതില് വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അയാൾ നിസ്സഹായനാണ്. അയാളുടെ മോൻ എടുത്തിട്ടുള്ള പലിശക്ക് എടുത്തിട്ടുള്ള പൈസ ചോദിക്കാൻ വേണ്ടിട്ട് വന്ന ആളാണ്. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ യാഥാർത്ഥ്യം, അതായത് റിയൽ ലൈഫില് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതോ ആയിട്ടുള്ള മനുഷ്യന് ഏറ്റവും നിസ്സഹായനായി പോകുന്ന ചില സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല സിറ്റുവേഷൻ, അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഇതില് റിയൽ മാത്രമല്ല കുറച്ച് ഫാന്റസിയും കൂടി ആഡ് ചെയ്തിട്ട്, അതായത് തലക്കാണി എന്ന് പറയുന്ന സ്ഥലം, അങ്ങോട്ടേക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് കുറെ ആൾക്കാർ സ്വർണം കൊണ്ട് കാട്ടിൽ പോയതും, ആൾക്കാരുടെ അതായത് തലക്കാണി വെച്ചാൽ അങ്ങനെയാണ്, എല്ലാ ആൾക്കാരുടെ തല വെട്ടും, ഈ സ്വർണം അവരോട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ ഈ ഒളിപ്പിച്ച് വെച്ച സ്വർണത്തിന് വേണ്ടിയിട്ട് ഈ തല പോയ ആൾക്കാരൊക്കെ കാവൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള ആൾക്കാര് വിശ്വസിക്കുന്നത്. അപ്പോ ആ ഒരു ഭാഗത്തില്ലേ, ഇവരാദ്യം കൊച്ചുപ്രേമനെ കാണുന്നില്ലേ. അപ്പൊ കൊച്ചുപ്രേമന്റെ അടുത്ത് ഒരു സീനില്ലേ, ഈ ഫഹദ് ഒരു വെള്ളം ചോദിക്കുന്ന സീനുണ്ട്. ഒരു രാത്രി ഇവര് പുറത്തേക്ക് കഥ പറയുന്ന സമയത്ത് കുറച്ച് വെള്ളം വളർന്നുമ്പോഴത്തേക്ക് കൊച്ചുപ്രേമന്റെ അവിടെ ഉണ്ടാവില്ല. അത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സീനായിരുന്നു കേട്ടോ. അതായത് നമ്മളത് പേടിച്ചു, ഒരു ഷോക്കായിപ്പോ. അങ്ങനെ ചില ടെക്നിക്കൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ കൂടി സിനിമയിലുണ്ട്. അതായത് നമ്മൾ ഈ ക്യാമറ, അതായത് വിഷ്വലി നമ്മളെ ഞെട്ടിക്കുന്ന, ഈ പ്രേതവും ഭൂതവും അല്ലാതെ തന്നെ വിഷ്വലി നമ്മളെ ഒന്ന് ഷോക്കാക്കിക്കുന്ന ചില സാധനങ്ങൾ കൂടി ഈ പടത്തിലുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഒരു ഘട്ടത്തില് സൗബിന്റെ ഒരു ക്യാരക്ടർ കയറി വരുന്നുണ്ട്. അതായത് ഈ ആനയെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുമല്ലോ. അപ്പൊ ആന പാപ്പാനായിട്ട് സൗബിന്റെ ക്യാരക്ടർ ഉണ്ട്. ഈ സൗബിന്റെ ക്യാരക്ടർ ആദ്യം കാണുന്ന സ്ഥലത്ത് ഇയാൾ എവിടുന്ന് വന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സൗബിന്റെ ക്യാരക്ടറും ആ ആനയൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഒരു ഫാന്റസി ആയിരുന്നു. അത് നമുക്ക് സെക്കൻഡ് ഹാഫിലാണ് മനസ്സിലാവുക. അതായത് ഇയാൾ സ്വർണ്ണം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് കാട്ടിൽ വെച്ചിട്ട് സൗബിന്റെ ക്യാരക്ടറിനെ കാണും. അതും ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ഭാഗമായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഫാന്റസിയാണ്, ഇയാളുടെ ഒരു തോന്നലാണ്. എന്നിട്ടാണ് ഇയാൾ പോയിട്ട് ഒരു കൂണെല്ലാം പറിച്ചില്ലേ, കൂൺ പറിച്ചിനും അത് കഴിഞ്ഞിട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു മരം കാണാം. ഈ മരത്തിന്റെ മേലെ കയറുമ്പോഴത്തേക്ക് ഈ ഫിഗ് ഇല്ലേ, അത്തിപ്പഴം, അതിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അത് പറിക്കാൻ വേണ്ടി ഇങ്ങനെ കൈയെത്തിക്കുന്ന സമയത്ത് ഇയാളുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നതും, അച്ഛൻ ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതും, ഈ അനിയത്തി സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് ഈ പലിശക്കാരൻ ഇസ്ബു ഇവരെ തടഞ്ഞു നിർത്തുന്നതൊക്കെ ഇയാൾക്ക് ഇങ്ങനെ തോന്നും. ഇയാളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നതും, അയാൾ അവിടുന്ന് മരത്തിൽ നിന്ന് താഴെ വീണ് ഇങ്ങനെ തെറിച്ച് ഒരു മലയുടെ അറ്റത്ത് ഒരു വേരിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടോ, താഴത്ത് വലിയ കൊക്കയാണ്. അപ്പോഴാണ് ഈ മമതയുടെ ക്യാരക്ടർ വന്നിട്ട് ഇയാളെ കൈ പിടിച്ച് പൊക്കുന്നത്. സോ മമതയുടെ ക്യാരക്ടർ ഒന്ന് റിയാലിറ്റിയിലും ഉണ്ട്, മറ്റൊന്ന് ഫാന്റസിയിലും ഉണ്ട്. എന്നിട്ട് അവസാനം മമതയുടെ ക്യാരക്ടറാണ് ഇയാളെ നേരെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇയാളെ ലീഡ് ചെയ്യുന്നത്, നയിച്ചു കൊണ്ടുപോകുന്നതും. പിന്നെ അവസാനം ഇയാൾക്ക് ഈ ഗോൾഡ് കോയിൻ കിട്ടുന്നത്. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ആൾക്കാർ കൺഫ്യൂഷൻ ആവും. മമതയുടെ ക്യാരക്ടർ, സമീറ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫാന്റസിയിലാണോ റിയാലിറ്റിയിലാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ ആക്ച്വലി അത് അവരുടെ ഒരു തോട്ട് ആയിരുന്നു. പക്ഷെ ഈ പടത്തിൽ പറയുന്നതായിട്ട്, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാലില്ലേ, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ സംസാരിക്കുന്നത് പോലെ തോന്നും. അതായത് നീ ഇന്നത് ചെയ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകും. നമ്മൾ ആ ഇൻറ്റ്യൂഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഉറപ്പായിട്ടും നമുക്കൊരു സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ സിനിമയിൽ കൂടി പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പലപ്പോഴും എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കത് ശരിയായി തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൂടെ പറയും നീ ചെയ്യേണ്ട ജോലി ഇതല്ല, നീ ഈ ജോലി ചെയ്യേണ്ട ആളല്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാകും. പക്ഷെ സാഹചര്യം കൊണ്ട് നമുക്ക് പല പണികളും ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കതൊന്നും ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വരാത്ത കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വേണ്ട നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാലില്ലേ, ആ ചെയ്ത പണികൾ നമുക്ക് പാരയായിട്ട് വരാറുണ്ട്. തിരിച്ചുകൊണ്ട് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ഇൻഡ്യൂഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി അങ്ങനെ ചെയ്യരുത് എന്ന് തോന്നിയിട്ട് നമ്മളത് ചെയ്യാതെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാലില്ലേ, അങ്ങനെ പല സിറ്റുവേഷനിലും ഞാൻ എസ്കേപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. പിന്നീട് ഞാനത് ചെയ്തിരുന്നെങ്കിൽ മേ ബി വലിയ കുഴപ്പങ്ങളിലേക്കും അപകടത്തിലേക്കും ഞാൻ പോയേനെന്ന് എന്റെ റിയൽ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈ പടത്തിൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫാന്റസിയാണ്. പക്ഷെ അത് സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയതും. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പടം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. അതായത് എന്റെ തോട്ടിന് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, ഇത് അങ്ങനെ തന്നെയാണ്. അതായത് ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് അയാളുടെ ഇൻറ്റ്യൂഷൻസിനെ ബിലീവ് ചെയ്ത് കഴിഞ്ഞാണല്ലോ ഉറപ്പായിട്ടും അയാൾ ഒരു സക്സസിലേക്ക് എത്തും. പക്ഷെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും
ഒരു മെജോറിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പോലും നമ്മളുടെ ആ ഒരു റൂട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പലപ്പോഴും പറ്റിക്കൊള്ളണം എന്നില്ല. സോ ഇതാണ് സിബിയുടെ ഈ ഒരു നിധി വേട്ട എന്ന് പറയുന്നത്. കാർബൺ, ആഷസ് ആൻഡ് ഡയമണ്ട് ഒരു മാസ്റ്റർ വർക്കായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ചിലപ്പോൾ എന്റെ മണ്ടത്തിലായിരിക്കും, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇനി ഇതിന്റെ മ്യൂസിക് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് വിശാൽ ഭരദ്വാജും ബിജി ബാലുമാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പാട്ട് അതായത് ഒറിജിനൽ സ്കോർ മൊത്തം വിശാൽ ഭരദ്വാജും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മുടെ ബിജി ബാലുവാണ് ചെയ്തിട്ടുള്ളത്. ഈ പടത്തിലെ ഒരു പാട്ടുണ്ട്, അതായത് മമതയും ഫഹദും ഉള്ള ഒരു പാട്ടില്ലേ, ദൂരെ ദൂരെ എന്നുള്ള പാട്ട്. ആ പാട്ട് ആദ്യം കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മലയാളിയായിട്ടുള്ള ഒരു ആള് പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാകുമായിരുന്നു. രേഖ ഭരദ്വാജാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളി പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളിങ്ങനെ രാത്രി ഉറപ്പില്ലാത്ത സമയത്തൊക്കെ പാട്ട് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. അങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് പറ്റിയ മ്യൂസിക് ഇല്ലേ, സോറി മ്യൂസിക് അല്ല, ആ വോയിസ് വോക്കല്, അത് ആ രേഖ ഭരദ്വാജിന്റെ സൗണ്ട് തന്നെയായിരുന്നു. അതായത് നമുക്ക് ഒരിക്കലും പിടി തരരുത്. അതായത് ഈ സിബിയുടെ ക്യാരക്ടർ പോലെ തന്നെ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു സൗണ്ടിൽ ഒരു സാധനം കേൾക്കുന്ന സമയത്ത് ആ കാടിന്റെ ഒരു വന്യതയും നമുക്ക് ഒരിക്കലും പിടികിട്ടാത്ത ഒരു കഥാപാത്രവും എന്തൊക്കെയോ ചില നിഗൂഢതയും കാര്യങ്ങളൊക്കെ ആ ഒരു വോയിസിന് തരാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ പിന്നീട് രണ്ടാമതും മൂന്നാമതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ആയി തോന്നിയതും ആദ്യം കേൾക്കുന്ന സമയത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു സോങ് ആണ് ഈ ദൂരെ ദൂരെ എന്നുള്ള പാട്ടിന്റെ വോക്കൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഫഹദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പാട്ടൊക്കെ നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. പിന്നെ പടത്തിന് മൊത്തത്തിലൊരു നിഗൂഢതയുടെ ഒരു മിസ്റ്ററിയുടെ ഒരു മ്യൂസിക് ആണ് അവർ പിടിച്ചിട്ടുള്ളത്. സോ മ്യൂസിക്കിൽ നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ടുള്ള വർക്കായിരുന്നു. പിന്നെ ഈ പടത്തില് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിലില്ലേ ഏകദേശം 6 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം കൂടിയാണ് കാർബൺ എന്ന് പറയുന്നത്. പിന്നെ ആ പടത്തിന്റെ പോസ്റ്റർ നോക്കി കഴിഞ്ഞാൽ രസമാണ്. കാർബണിന്റെ ഒരു 6 ബോണ്ടിങ് ഇല്ലേ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെല്ലാം വരയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു ലൈനപ്പിലാണ് അതിന്റെ എന്താണ് ഈ ടെക്സ്റ്റും അതുപോലെ തന്നെ പോസ്റ്ററും ഡിസൈൻ ചെയ്തിട്ടുണ്ടായത്. സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു കിടിലമായിട്ടുള്ള പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഫഹദിന്റെ പെർഫോമൻസിനോട് ആർക്കും ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഫഹദിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാലൻ ചേട്ടൻ, ചേതൻ, ജയലാല്, ബാക്കിയല്ലേ മമത, അത് സ്ഫടികം ജോർജ്, ഇയാളുടെ അമ്മയും ഫ്രണ്ട്സും പെങ്ങളൊക്കെ ആയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ നല്ല പെർഫോമൻസ്. പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അതായത് വിജയരാഘവനും നെടുമുടി വേണുവിന്റെയും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റോള്. നെടുമുടി വേണു വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നമ്മൾ എപ്പോഴും അയാൾ ഓർത്തിരിക്കും. കമ്മീഷൻ വാങ്ങുന്ന ഒരു സാധനമുണ്ട്, 15,000 രൂപ എന്ന് വിജയരാഘവനോട് പറഞ്ഞിട്ട് 10,000 രൂപ ആക്കിയിട്ട് ഫഹദിന് കൊടുക്കും. ആ 10,000-ൽ നിന്ന് 10% നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ ബായ് ഇയാള് വാങ്ങുന്നുണ്ട്. 9,000 രൂപയാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കുക. സോ ആ ഒരു ഭാഗം ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. കാരണം നമ്മളിങ്ങനെ ചില ബിസിനസ് പരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ ക്യാഷ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു വരവുണ്ട്. അപ്പൊ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നതില്ലേ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും പൈസയൊക്കെ ആയിരിക്കും. സോ അതൊക്കെ വളരെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയിലെ സിറ്റുവേഷൻ ആയിരുന്നു. സോ ഇതാണ് കാർബൺ. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഓഫ് പഴയ പടം. ബൈ.